മറന്നിട്ടുണ്ടാവില്ല മലയാളം ഈ സിനിമകളൊന്നും. പക്ഷേ വെള്ളി വെളിച്ചത്തിലെ മായാക്കാഴ്ചകളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നാം മറന്നുപോകുന്ന ചില മുഖങ്ങളുമുണ്ട്. എത്രയോ സിനിമകളിലൂടെ, എത്രയെത്ര കഥാപാത്രങ്ങളിലൂടെ ചലച്ചിത്ര ആസ്വാദകരെ വിസ്മയിപ്പിച്ചതാണ് ഈ മനുഷ്യൻ. എന്നിട്ടും എത്ര പേരുടെ ഓർമ്മയിലുണ്ട് ഇന്നീ കലാകാരൻ? ഇല്ല, സാന്റോ കൃഷ്ണനെ നാം മറന്നുപോയി. ഓർത്തിരുന്നെങ്കിൽ ഇന്നലെയോളം അഭ്രപാളിയിലെ കരുത്തനായ മനുഷ്യൻ ഇന്നിങ്ങനെ അനാഥമായ അവസ്ഥയിലാകുമായിരുന്നില്ലല്ലോ. പതിനഞ്ച് വയസ്സ് തുടങ്ങിയതാണ് ഞാൻ. 15 വയസ്സ് തുടങ്ങി. 15 വയസ്സിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് വയസ്സ് 93, 94 വയസ്സായി. ഇതുവരെയ്ക്കും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഓരോരോ പടങ്ങളിൽ അഭിനയിച്ചിട്ട് വലിയ പ്രഖ്യാതിയും പേരും ഒക്കെ എടുത്തു. പക്ഷെ ഇപ്പോൾ ഇതൊന്നും എന്താണ്, ഏതാ പടം, ഏതാ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവർ എന്നോട് വലിയ സ്നേഹബഹുമാനത്തോടു കൂടിയാണ് ഇരുന്നേറുന്നത്. പക്ഷെ എൻ്റെ ഇന്നത്തെപ്പോഴത്തെ നില വേറെ. ഈ ഹനുമാനെ പോലെ വെള്ളിത്തിരയിൽ കായബലമുള്ള നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടനാണ് സാന്റോ കൃഷ്ണൻ. നടൻ മാത്രമായിരുന്നില്ല, മികച്ച സ്റ്റണ്ട് മാസ്റ്ററുമായിരുന്നു ഇദ്ദേഹം. ഇന്നലകൾ മറയുമ്പോൾ സാന്റോ കൃഷ്ണൻ എന്ന വലിയ കലാകാരൻ ഇന്നിതാ വേദന നിറയ്ക്കുന്ന ഒരു കാഴ്ചയാകുന്നു. 20-22 വയസ്സുണ്ടാവും അപ്പോഴാണ്. അപ്പോൾ വന്ന് അവർ കോഴിക്കോട്ട് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പോയി. ആ പടത്തിൽ അഭിനയിച്ചു. ആ പടത്തിൻ്റെ പേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതേമാതിരി തന്നെ പല പടങ്ങളും ഇവിടെ ആലപ്പുഴ ഒരു പടത്തിൽ കുഞ്ചാക്കോ മോഹൻലാലിൻ്റെ പടത്തിൽ അഭിനയിച്ചു. കുഞ്ചാക്കോ മോഹൻലാലി എനിക്ക് വലിയ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കതൊന്നും ശരിക്കും ഓർമ്മ വരുന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് മെരിലാൻഡ് സുബ്രഹ്മണ്യത്തിൻ്റെ പടം, അതിൽ ഹനുമാനായിട്ട് അഭിനയിച്ചു സമ്പൂർണ്ണ രാമായണത്തിൽ. പിന്നെ വേറെ ഏതോ 1-2 പടത്തിൻ്റെയൊക്കെ ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഇപ്പോൾ കുറേ പടങ്ങൾ അഭിനയിച്ചു. പിന്നെ ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഒരു 100-200 പടത്തിന് മേലെ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ചാക്കോ മോഹൻലാലിൻ്റെ പടത്തിൽ അഭിനയിച്ചതിലാണ് എനിക്ക് വലിയ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ അവർ തന്നത്. ആ കുഞ്ചാക്കോ മോഹൻലാലിൻ്റെ പടത്തിലാണ് അധികം അഭിനയിച്ചിട്ടുള്ളത്. മെരിലാൻഡ് സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യത്തിൻ്റെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അത് 2-3 പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. ജനിച്ച നാടും വീടും വിട്ട് പ്രായവും പക്വതയും എത്താത്ത ഒരു കൊച്ചു പയ്യന്റെ യാത്ര അവസാനിച്ചത് സിനിമയുടെ മായാ നഗരമായ മദ്രാസിലായിരുന്നു. പിന്നെ പല ഭാഷകൾ കടന്ന് നടനെന്ന നിലയിലെ വളർച്ചയായി. മദ്രാസിലെ സിനിമാ കാലത്താണ് തിക്കുറിശി സുകുമാരൻ നായരെ പരിചയപ്പെടുന്നത്. അദ്ദേഹവുമായുള്ള സൗഹൃദം സാന്റോ കൃഷ്ണന് മലയാള സിനിമയിലേക്കുള്ള വഴി തുറന്നു. പിന്നെ ഈ ദേഹാഭ്യാസത്തിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉണ്ടല്ലോ, ആ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്തില്ല. അതിൽ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് ലൈറ്റ് വെയ്റ്റിൽ ചാമ്പ്യനായി. അവിടുന്ന് വലിയ പ്രസൻറ്റേഷനും കാര്യങ്ങളും സമ്മാനമൊക്കെ വാങ്ങിയിട്ട് വന്നു. മദ്രാസിൽ വന്ന സമയത്ത് അവിടെ ആ ഉണ്ടായിരുന്ന ആൾക്കാർ അവരൊക്കെ പാടെ ചേർന്നിട്ട് എനിക്ക് സാന്റോ എന്നുള്ളതായ ഒരു ടൈറ്റിൽ പട്ടം തന്നു. അങ്ങനെയൊക്കെയാണ് സാന്റോ കൃഷ്ണന് പേര് ഇതായത്. ഈ ദേഹാഭ്യാസത്തിൽ കുറച്ച് പരിചയമുള്ള ആളായിരുന്നു. എൻ്റെ ഗുരുവായിരുന്ന സ്റ്റണ്ട് സോമു എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രലേഖ, പിന്നെ നിഷാൻ, ഇങ്ങനെയുള്ളതായ അപൂർവ സഹോദരികൾ, ഇതിലൊക്കെ സ്റ്റണ്ടിന് സോമണ്ണൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ ഞാൻ സ്റ്റണ്ട് പഠിച്ചത്. വീഴ്ചയും ചാടലും ജമ്പ് ചെയ്യലും ഇതൊക്കെ അയാളുടെ കൂടെ പോയിട്ട് പഠിച്ചു. അതുകൊണ്ട് എല്ലാവരും എന്നെ സ്റ്റണ്ടിന് വിളിക്കാൻ തുടങ്ങി. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് സ്റ്റണ്ടിൽ എനിക്ക് കൂടുതൽ പരിചയം ഉണ്ടായത്. സ്റ്റണ്ടിൽ അഭിനയിച്ച് എൻ്റെ ശിഷ്യന്മാർ കുറേ ആൾക്കാരുണ്ട്. സ്റ്റണ്ട് പറഞ്ഞു കൊടുത്ത ഈ ത്യാഗരാജൻ എന്ന് പറഞ്ഞിട്ടൊരു ചെക്കനുണ്ട്. ആ ത്യാഗരാജനെ ആദ്യമായിട്ട് അവനെ സ്റ്റണ്ടിൽ കൊണ്ടുപോയത് ഞാനാണ്.
കൊണ്ട് ചെയ്തിട്ട് അവൻ പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ മാത്രമല്ല ഇവിടെ കേരളത്തിൽ മലയാള പടങ്ങളിലൊക്കെ സ്റ്റണ്ട് ചെയ്യാൻ തുടങ്ങി. അവനൊരു പേരുമായി. പിന്നെ എനിക്ക് അപ്പോഴേക്കും ഞാൻ വയ്യാതെയായിപ്പോൾ പവനോട് പറഞ്ഞു, നെയ്യ് ചെയ്തോ എനിക്ക് വരുന്ന പടമൊക്കെ നെയ്യ് ചെയ്തോ, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ത്യാഗരാജൻ ആളായത്. അപ്പോൾ അവന് കുറച്ച് കാശും സമ്പാദിച്ചു. ഇത് ഞാനാണ് സമ്പാദിച്ചതൊക്കെ ഓരോരുത്തർക്ക് ഇത് ചെയ്തിട്ട് അവസാനം എൻ്റെ കയ്യിലൊന്നുമില്ല. ഒരുപാട് ഭാഷകളിലായി 2000-ലധികം സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് സാന്റോ കൃഷ്ണൻ. വാർദ്ധക്യം, ഓർമ്മകൾ പലതും മായ്ക്കുമ്പോൾ തന്റേതായി എത്ര സിനിമകളെന്ന് വ്യക്തമായി പറയാൻ ഇദ്ദേഹത്തിനാവുന്നില്ല. ഒരു കാലത്ത് കൈനിറയെ സിനിമകളുണ്ടായിരുന്നു, കൈനിറയെ പണവും. പക്ഷേ രോഗവും വേദനയുമല്ലാതെ ഇന്ന് ഒന്നുമില്ല. ഒരു 200 പടം 200-250 പടത്തിന് മേലെ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് 2 പടം ഇംഗ്ലീഷ് പടം. സിലോണിൽ അവർ എന്നെ കൂട്ടിയിട്ട് പോയി എനിക്ക് പ്രസൻറ്റേഷനൊക്കെ തന്നു. അങ്ങനെയൊക്കെ ഒരു വലിയ സംഭാവനയും ഒരു വലിയ ബഹുമാനമൊക്കെ നേടി. പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ സ്ഥിതി. ആരോഗ്യമുള്ളിടത്തോളം കാലം അഭിനയിക്കണമെന്നു തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. പ്രായം പരിക്കേൽപ്പിച്ചപ്പോഴും ഇന്നലെ വരെയും കൊച്ചു കൊച്ചു വേഷങ്ങളുമായി സിനിമയോടൊപ്പം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ വീണു പരിക്കുപറ്റിയ ഈ ശരീരം ഉയർന്നു നിൽക്കണമെങ്കിൽ പരസഹായം വേണം. ഇപ്പോൾ എനിക്ക് 94 വയസ്സായി. മനസ്സിലായോ? ഇന്ന് എങ്ങനെയോ പോകുന്നുണ്ട്. പിന്നെ ഇതൊന്നും എന്തൊക്കെ ആരെന്ത് ചോദിച്ചാലും എന്താ പറയേണ്ടതെന്നൊന്നും ഓർമ്മയില്ല. വേണ്ട കാര്യങ്ങൾ പറയാൻ എനിക്കൊന്നും ഓർമ്മയില്ല. എന്താ വെച്ചാൽ എനിക്ക് ചെവിടി കേൾക്കണില്ല, കണ്ണും കാണുന്നില്ല. ഇതൊക്കെയാണിപ്പോൾ വല്ലാതെ പ്രശ്നം. ഈ ഇടത്തെ കാല് വീണിട്ട് ഇടത്തെ കാലുകൊണ്ട് ശരിക്കും നടക്കാനും വയ്യ. ആരെങ്കിലും ഒരാൾ നടക്കണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ പിടിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ. ഭാര്യയുണ്ട്, മകനുണ്ട്, വളർത്തുമകളുണ്ട്. പക്ഷേ ഈ വീട്ടിൽ സാന്റോ കൃഷ്ണൻ തനിച്ചാണ്. ഇല്ലായ്മകളിലും വയ്യായ്മകളിലും തകർന്ന മനസ്സുമായി ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഇദ്ദേഹം. വാർദ്ധക്യത്തിന്റെ അവശതകളുമായി അകലെ ഒരിടത്തായി പോയ ഭാര്യയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് കഴിയുകയാണ്.